തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനെ പത്മകുമാറിന് വിലങ്ങ് വയ്ക്കരുതെന്ന് പോലീസുകാർക്ക് നിർദ്ദേശം. കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ വിലങ്ങ് വയ്ക്കരുത് എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. എൻ വാസുവിനെ വിലങ്ങണിയിച്ചത് ചോദിച്ചിട്ട് എന്നാണ് പോലീസുകാരുടെ വിശദീകരണം. ആർ അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനന്തൻ, നിയമപ്രകാരം അത്തരത്തിൽ വിലങ്ങ് വയ്ക്കേണ്ടതില്ല എന്നാണ്, പക്ഷേ വാസുവിനെ വിലങ്ങ് വയ്ക്കുകയായിരുന്നു. വിലങ്ങ് അണിയിച്ചത് ചോദിച്ചിട്ടാണ് എന്നാണല്ലോ പോലീസുകാർ വിശദീകരണം നൽകുന്നത്. അതുകൊണ്ടായിരിക്കും മുൻകൂട്ടിയെ പത്മകുമാറിന്റെ കാര്യത്തിൽ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയതല്ലേ? മോദി കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് ഈ ശബരിമല കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ പ്രതി എൻ വാസുവിന്റെ കയ്യിൽ വിലങ്ങ് വെച്ചിരുന്നത്. ഈ തിരുവനന്തപുരം ജയിലിൽ നിന്ന് കൊട്ടാരക്കര ജയിലിൽ നിന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോഴാണ് ഈ വിലങ്ങ് കയ്യിൽ അണിയിച്ചിരുന്നത്. അത് മാതൃഭൂമി ന്യൂസിലൂടെ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അത് കൂടുതൽ ചർച്ചയായി. തുടർന്നാണ് അതിൽ അന്വേഷണമൊക്കെ നടത്താൻ തീരുമാനിച്ചത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്ന് തിരുവനന്തപുരം ജയിലിൽ നിന്ന് പത്മകുമാറിനെ കൊല്ലം കോടതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ കയ്യിൽ വിലങ്ങ് വെക്കരുത് എന്നുള്ളതാണ് നിർദ്ദേശം. നേരത്തെ എൻ വാസുവിൻ്റെ കാര്യം പരിശോധിച്ചപ്പോൾ ചട്ടവിരുദ്ധമായിട്ടാണ് വിലങ്ങ് വെച്ചതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. കാരണം അങ്ങനെ ഇത്തരം പ്രതികൾക്ക് അങ്ങനെ കയ്യിൽ വിലങ്ങ് വെക്കേണ്ട ആവശ്യമില്ല എന്നായിരുന്നു കണ്ടെത്തൽ. ഇത് സംബന്ധിച്ചന്ന് തിരുവനന്തപുരം നന്ദാവന എയർ ക്യാമ്പിലെ പോലീസുകാരാണ് ഈ വാസുവിനൊപ്പം പോയത്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണെന്നാണ് അന്ന് അന്വേഷണം നടത്തിയപ്പോൾ വിലയിരുത്തിയത്. അപ്പോൾ അവർ അത് സംബന്ധിച്ച് വിശദീകരണം നൽകിയിട്ടുണ്ട്. അവർ പറഞ്ഞത് കയ്യിൽ വിലങ്ങണിയിച്ചിട്ടോ എന്ന് ചോദിച്ചപ്പോൾ വാസു വെച്ചോളൂ എന്ന് അനുവാദം നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് വെച്ചതെന്നാണ്. ഏതായാലും അതിൽ ഒരു പക്ഷേ ഇതുവരെ ആ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല. നടപടിക്ക് ശുപാർശകൾ പോയിരുന്നു, എന്നാൽ ഇതുവരെ അത് സംബന്ധിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ല. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ പത്മകുമാറിന്റെ കയ്യിൽ വിലങ്ങ് വെക്കേണ്ട എന്നുള്ളൊരു തീരുമാനം ഉന്നതതലത്തിൽ നിന്ന് പോലീസുകാരെ അറിയിച്ചിരിക്കുന്നത്.